നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് MA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നമ്മൾ അടിച്ച ഐഡികൾ എങ്ങനെ നമുക്ക് KYC, NEFT ആൻഡ് പാൻ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ Gmail ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ തന്നെ കോമ്പസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രം മെയിൽ ഐ ഡി, അത് നമ്മുടെ മെയിൽ ഐ ഡി കാണിക്കും. ടു മെയിൽ ഐ ഡി, ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മെയിൽ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് NEFT ആണ്. അപ്പോൾ നമുക്ക് NEFT അത് ചെയ്യാനായിട്ട് MA ലൈഫ് നെഫ്റ്റ് അറ്റ് mylifestylemarketing.com എന്നുള്ള ഒരു മെയിൽ ഐ ഡി ഉണ്ട്. ആ മെയിൽ ഐ ഡി നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് KYC ചെയ്യാൻ അതിൻ്റെ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA life KYC at mylifestylemarketing.com എന്ന് പറഞ്ഞൊരു മെയിൽ ഐ ഡി ഉണ്ട്. അതേപോലെ തന്നെ പാൻ കാർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മെയിൽ ഐ ഡി ഉണ്ട്. അതായത് MA life pan at mylifestylemarketing.com. അതായത് MA life NEFT ചെയ്യാനാണെങ്കിൽ NEFT at mylifestylemarketing.com, KYC ചെയ്യാനാണെങ്കിൽ MA life KYC at mylifestylemarketing.com. അത് പാൻ ആണ് ചെയ്യണമെങ്കിൽ MA life pan at mylifestyle.com. ഈ 3 മെയിൽ ഐ ഡിയും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്ജക്റ്റിൽ ഏത് ഐ ഡി ആണോ നമുക്ക് KYC നെഫ്റ്റ് പാൻ ചെയ്യേണ്ടത് ആ ഐ ഡി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടൈപ്പ് ചെയ്ത് സർ പ്ലീസ് അപ്ഡേറ്റ് എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതിൽ നമുക്ക് ടോപ്പിൽ മൂന്നാമത്തെ സൈഡിൽ ഒരു പിന്ന് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫയൽസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഗാലറിയിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആധാറും പാനും ബാങ്ക് ബുക്കും എന്ത് ചെയ്യാം, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് ഫോട്ടോസ് ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് വൺസ് അഗൈൻ ഒന്ന് റീചെക്ക് ചെയ്യുക. കാരണം നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ആയിരിക്കരുത് ഈ ഒരു ഐ ഡിയിൽ നമ്മൾ അയക്കേണ്ടത്. ഏതൊരു വ്യക്തിയുടെ ആണോ ഈ ഒരു ഐ ഡി ആ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് സെൻഡ് ചെയ്യാം. നമുക്ക് ടോപ്പിൽ തന്നെ ഒരു ആരോ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ആരോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ എന്തായി, സെൻഡായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പനി നമുക്ക് മെയിൽ ത്രൂ തന്നെ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് ബുക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാൾക്ക് ഈ ഒരു ഐ ഡി ആക്റ്റീവ് ആകുകയുള്ളൂ, ആക്റ്റീവായി വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ഇത്തരത്തിൽ മെയിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക ഈ വീഡിയോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.